ഹലോ, ടുഡേ ഫ്രൈഡേ മോർണിംഗ് എൻ്റെ ആദ്യത്തെ ചെന്നൈ യാത്രയാണ് കേട്ടോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് ചെന്നൈയിലേക്ക് എൻ്റെ മോളുടെ അടുത്തേക്ക് പോയ ഒരു വീഡിയോ ആണ്. ഞാൻ ഒരു ആറര ആകുമ്പോൾ തന്നെ മോളുടെ ഹോസ്റ്റലിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഓട്ടോ വിളിച്ച് അങ്ങനെ പോത്തീസിലൊന്ന് കയറി. അപ്പോൾ ഓണം അങ്ങനെ സീസണൊക്കെ ആവുമല്ലേ, അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോത്തീസിനകത്ത് കയറിയതാണ്. പോത്തീസിനകത്ത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര സെലക്ഷനായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഓരോ ഡ്രസ്സാണെങ്കിലും എനിക്കിഷ്ടമായിട്ടുള്ള സെലക്ഷനൊന്നും കണ്ടില്ല. അതൊക്കെ ഒരുപാട് റേറ്റ്, അങ്ങനെ ഹെവി റേറ്റായിട്ട് ഞങ്ങൾ എന്നാലും ആ പോത്തീസിൽ മൊത്തം ഒന്ന് തിരഞ്ഞ് എല്ലാ ഐറ്റങ്ങളും ഒന്ന് നോക്കി കണ്ടു. അതിനകത്ത് പോയി പാസ്, ബോഡി പേരെല്ലാം എഴുതി, ഫോൺ നമ്പർ എഴുതി കഴിഞ്ഞ് അതിനകത്ത് കയറി, ലിഫ്റ്റിനകത്ത് കയറി എല്ലാ ചുരിദാർ, സാരി, അങ്ങനെ എല്ലാ സെക്ഷൻസ് കയറി. പക്ഷേ എനിക്ക് മോൾക്കും അങ്ങനെ എടുക്കാൻ തരത്തിലുള്ള റേറ്റ് ആയാലും അങ്ങനെ ഡ്രസ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഇതിൽ കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ജയചന്ദ്രയിൽ വന്നു കേട്ടോ. ജയചന്ദ്രയിൽ വന്നപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അതായത് എൻ്റെ റേറ്റിന് ഇഷ്ടമായ ഒരു 600, 700, 800, 900 ഡെയിലി യൂസിന് ഇപ്പോൾ ഓവർ റേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 2000 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ്? അതിനൊരു 1000 ടോപ്പുകളെല്ലാം കണ്ടു. അപ്പോൾ അത് ഞാനത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമായ ഏതെങ്കിലും സെലക്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് തിരയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ പിന്നെയും കൺഫ്യൂഷനായി അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കും. അങ്ങനെ ഞാൻ ആ ഷോപ്പിനകത്ത് കൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ചുരിദാർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനും വാങ്ങിച്ചു. അതായത് തണ്ണിമത്തൻ, പൈനാപ്പിൾ, പിന്നെ അതിൽ വെള്ളരിക്ക, കക്കിരി എന്ന് പറയുന്ന സംഭവം കൂടി ഇട്ടിട്ടുണ്ടാവും. അതൊന്ന് വാങ്ങിച്ചു കഴിച്ചു. വീണ്ടും ഷോപ്പിനകത്ത് വന്ന് വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നോക്കുന്നത് ഷോർട്ട് ടോപ്പുകളാണ്. ഷോർട്ട് ടോപ്പുകൾ പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ലോ പ്രൈസിൽ നല്ല കളർ ചേഞ്ചും ഡെയിലി യൂസും ഓഫീസിൽ പോകാനോ കോളേജിൽ പോകാനൊക്കെ ഉള്ള മക്കൾക്ക് കറക്റ്റായിട്ടുണ്ട്. അത് എല്ലാ കളറും അത് ലോ റേഞ്ചായിട്ടാണ്. അത് നമുക്ക് ഇഷ്ടമാവും. അപ്പോൾ ജയചന്ദ്രയിൽ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഷോർട്ട് ടോപ്പുകളുടെ ഒരുപാട് കളക്ഷൻസ് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷോർട്ട് ടോപ്പുകളൊക്കെയാണ് ഇതുണ്ടോ, ഇങ്ങനെ മറൂണ്, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഷോർട്ട് ടോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. കുട്ടികൾക്ക് ജീൻസിനോടൊപ്പം ഹാഫ് ജീൻസായിട്ടും അങ്ങനെ പട്ടിയാല, ലെഗിൻസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ജയചന്ദ്രയിൽ കണ്ടു. അതിലത്തെ ടോപ്പ് കളക്ഷൻസാണ് കേട്ടോ. കളറെല്ലാം നല്ല ഭംഗിയുണ്ട്. നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ ഏതാ എടുക്കേണ്ടത്, അത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ത്രില്ല് വരും മനസ്സിലേക്ക്. അപ്പോൾ ഒന്നാമത് കുട്ടികൾക്ക് കളർ ചേഞ്ച്, വെറൈറ്റിയും കണ്ടാലാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എൻ്റെ മോൾ അതിലിങ്ങനെ ഓരോ ടോപ്പ് ഏതാ എടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചെല്ലാം സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ ഉണ്ടോ കുറേ ഷോർട്ട് ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് ഓരോന്ന് ഇഷ്ടമായതെല്ലാം മാറ്റി വെച്ചിട്ട് ഫൈനലി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട്. ഒരുവിധം ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. നമ്മളെ പിങ്ക് ഷോർട്ട് ടോപ്പ് എടുത്ത് നോക്കുന്നത്, അതിനുകൊണ്ട് ഒരു വൈറ്റ് എടുത്ത് നോക്കുന്നത്, ഏതാ വേണ്ടതെന്നുള്ളത് തീരുമാനമൊന്നും ആയിട്ടില്ല. എല്ലാം കുറേശ്ശെ ഓരോന്നൊക്കെ എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല കളക്ഷൻസ് ഉണ്ട്. കിഡ്സ് ആയാലും ഗേൾസിൻ്റെ ആയാലും ചുരിദാർ, ജയചന്ദ്രയിലും ഇതിലെല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്.
നന്നായിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ തന്നെ ഇത് നല്ലതാണ്. ആ എടുത്ത് ഇപ്പോൾ അടുത്തത് അതെല്ലാം എല്ലാ സൈസിലും ആ എടുത്ത് കളേഴ്സും സൈസും എല്ലാം എല്ലാം കറക്റ്റായിട്ട് വൈറ്റ് ടോപ്പാണ്. അതിനോടൊക്കെ യൂസ് ചെയ്യാം. ഇതെന്താണ്, ഇത് വേറൊരു ഇതൊരു ചുരിദാറാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കുർത്തീസാണ്. അതൊന്ന് മാറ്റി വെച്ചു. അങ്ങനെ ടോപ്പുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളറ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേഡീസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരെണ്ണം എടുക്കാതെ തൃപ്തിയല്ല തോന്നുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകും. അതാണ് ഫൈനലി സെലക്ട്. ഏതെങ്കിലും ഫസ്റ്റ് എടുത്താൽ തന്നെ ആയിരിക്കും എടുക്കുക. എന്നാലും അത് മാറ്റി വെച്ച് തരിഞ്ഞിട്ട് അത് നമ്മുടെ ഈ സ്വഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്തൊരു കളറിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് ഇഷ്ടമായതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിൽ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. അടുത്ത ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് അത്ര ഓഫീസിൽ പോയപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതായത് ഓരോരുത്തർക്കും ഓരോ റേഞ്ച് നോക്കണം പ്രൈസിൻ്റെ കാര്യത്തിൽ, അതിന് കളറും സെലക്ഷനൊക്കെ. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര തോന്നിയില്ല. ഒരു ടോപ്പ് കുർത്തീസൊക്കെ നോക്കുമ്പോൾ 2000 ഒക്കെയാണ്. അപ്പോൾ ഡെയിലി യൂസിന് ഇപ്പോൾ അത്രയും എമൗണ്ട് വേണ്ട ചെറുതുള്ളത് നോക്കുമ്പോൾ കോസ്റ്റിലൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ കളക്ഷൻസ് അപ്പോൾ അതങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജീൻസ്, പാട്ടിയാല, പിന്നെന്താ ലെഗിൻസ്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇടാനുള്ള വേറൊരു വെറൈറ്റി ടൈപ്പ് പാൻറ്റുണ്ട്. അതിൽ കൂടെ എല്ലാം ഈ ഷോർട്ട് ടോപ്പുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാ കളറും ഏത് കളറ് വേണം നമുക്ക് ഏത് കണ്ടാലും എടുക്കാൻ തോന്നുന്ന കളർഫുൾ ഷോർട്ട് ഇഷ്ടം പോലെ ജീൻസിന് യൂസ് ചെയ്യാതെ ലോ ക്വാളിറ്റിയിലോട്ട് ലോ ബഡ്ജറ്റിൽ നമുക്ക് എത്ര എണ്ണം ആണെങ്കിലും ലോ പ്രൈസിൽ കിട്ടാവുന്ന നല്ല സെലക്ഷൻസ് ഉണ്ട് ഷോപ്പിൽ. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ആയിട്ടില്ല, ബില്ലിനായിട്ടില്ല. കളറ് ഒന്നെടുക്കും, അത് മാറ്റി വയ്ക്കും, പിന്നെ അടുത്തത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ടോപ്പ് കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചതെന്ന് വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെ എന്താ പാൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് നോക്കാൻ പോകും. പിന്നെയും ആ ഷോർട്ട് ടോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മാറിയിട്ടേയില്ല. അതിന് തീരുമാനം സൈസ് കുറവാണുള്ളത് എടുക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ഇതിപ്പോൾ ഇത് വേറൊരു കളക്ഷൻ്റെ അടുത്ത് പോയിട്ടാണ് അതൊന്നും ആയിട്ടില്ല. അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ കളക്ഷൻസ് കൂടെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എടുത്തിട്ടില്ല. ഓരോ കളക്ഷൻസായിട്ട് ഇതെല്ലാം ഷോർട്ട് ടോപ്പാണ്. അവൾ ഓരോ സെക്ഷനിൽ നിന്നും മോളെ അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളുടെ ജയചന്ദ്രൻ തന്നെ ബോയ്സ് കളക്ഷനിലാണ് കേട്ടോ. ഇത് ആൺപിള്ളേരുടെ ഡ്രസ്സിൻ്റെയാണ്. ആൺപിള്ളേർക്ക് കുർത്തീസും അങ്ങനെ കോട്ട് മോഡൽ ബനിയൻസായിട്ടും ഷർട്ടായിട്ടും ഒരുപാട് കളക്ഷൻസ് ജയചന്ദ്രൻ്റെ പിന്നെ ബോയ്സ് കളക്ഷനിലുണ്ട് കേട്ടോ. പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രമല്ല ആൺപിള്ളേരുടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളങ്ങനെ ഫൈനലി എൻ്റെ അനിയത്തിയുടെ മോന് വേണ്ടിയിട്ടൊരു കോട്ട് ആൻഡ് വൈറ്റ് ബനിയൻ സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഇതെല്ലാം കുർത്തീസാണ് കേട്ടോ. കുർത്തീസും ഉണ്ട് നല്ല, എന്നാലും ലോ ബഡ്ജറ്റിൽ ഓരോരുത്തർക്കും താങ്ങാവുന്ന രീതിയിൽ നല്ല ഷർട്ട് കളക്ഷൻസ് ഒരുപാടുണ്ട്. അത് നോക്കിക്കൊണ്ട് അത് നോക്കണം. അതെല്ലാം ഓരോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ ഒരു ഷോപ്പ് ലേഡീസ് കളക്ഷൻ ആണെങ്കിൽ അതിനടുത്ത തൊട്ട് ഡോർ ടു ഡോർ എന്നുള്ള ആ കട അങ്ങനെ ഒരു കടയിൽ ബോയ്സ് കളക്ഷനും ജെൻസിൻ്റെ അങ്ങനെയാണ്.
അല്ലാതെ ഒരു കടയിൽ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കൂടെ ഒരുമിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ആ അടുത്ത പാർട്ടിക്ക് പോയി വരണം. കുട്ടികളുടെ ആൾക്കാർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം ബോയ്സിൻ്റെ കൊടുത്തിട്ട് ഇതാണ് കോർപ്പറേറ്റ് ഡ്രസ്സുകളാണ്. ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ അതൊരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് അടുത്ത് തന്നെ ആ ഷോപ്പിൽ തന്നെ ടിഫൻ ബോക്സ് കടയാണ്. അപ്പോൾ ഒരു നല്ല ടിഫൻ ബോക്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ആ സെക്ഷനിലേക്ക് പോയതാണ്. ഇതുണ്ട്, ഇതൊരു ഫൈബർ മോഡൽ ടിഫൻ ബോക്സാണ്. അതിൽ കറി ബോക്സ് അങ്ങനെയുള്ള